ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പെറ്റ് സ്റ്റേഷൻ കണ്ടാലോ? ഇത് നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള മാടൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമുക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് കുറച്ച് ദൂരെ ബസ്സിന് പോകുന്നുണ്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ അവിടെ എത്തി, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 150 രൂപയാണ്. 150 രൂപേൻ്റെ ടിക്കറ്റിൽ ഒന്നിച്ച് ഒരു ഫിഷിന് കൊടുക്കാനുള്ള ഒരു ഫുഡും കിട്ടും. പിന്നെ 2 ആനിമൽസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള 2 കൂപ്പണും കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ടിക്കറ്റൊക്കെ വാങ്ങി സെക്യൂരിറ്റി ഏൽപ്പിച്ചു, ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു വൈറ്റ് കുതിരയുണ്ട്. കുതിര ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കുതിരയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഒന്ന് അതിനെ ടച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടിയാണ് കാണുന്നത്. കുതിരകൾക്കും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നു കുതിരകൾക്ക്. അങ്ങനെ നമ്മൾ തൊടുന്നത് പോലെ തന്നെയാണ് കുതിരയും കളിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കുതിരേനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കൂട്ടം കൂടി നിന്ന് തൊടുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബ്ലാക്കും വൈറ്റുള്ള ഒരു കുതിരയും കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മളെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല, ആരെയും നോക്കുന്നില്ല അത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് നല്ലൊരു കടലാണ് കേട്ടോ. കടലിൻ്റെ തീരത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് നല്ല കാറ്റാണ്. അതിൻ്റെ അടുത്ത് തന്നെ കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നല്ലൊരു ആനയുണ്ട്. ആനേൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അനുവും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാമല്ലോ. ഏതായാലും അകത്ത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫിഷാണുള്ളത് കേട്ടോ. വലിയ ഫിഷുകളാണുള്ളത്. അക്വേറിയത്തിലാണ്. അതായത് ഒരു നാച്ചുറലായിട്ട് ഉള്ള ഒരു ക്രിയേഷനാണെന്നൊക്കെ അവിടെ ആക്കിയിട്ടുള്ളത്. നല്ല ഗ്ലാസിൻ്റെ ഉള്ളിലാണൊക്കെ ഉള്ളത്. സാധാരണ അക്വേറിയം തന്നെ, പക്ഷേ എങ്കിൽ കല്ലുകൊണ്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഒരു നല്ല പാറേൻ്റെ ഇടക്ക് കാണുന്ന പോലെയോ അങ്ങനെയൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഫിഷിൻ്റെ അടുത്ത് തന്നെ നീങ്ങുന്നില്ല, വേഗം ഒരുപാട് സമയം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരും. അനുവാദം അതിനെ ഒന്ന് ടച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എവിടെ ടച്ച് ചെയ്ത് കിട്ടാൻ, അത് ഗ്ലാസിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. എന്നാലും അവൾ അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. ഓരോ അക്വേറിയം ആയിട്ടാണുള്ളത്. ഓരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. എല്ലാം ഗ്ലാസ് കൊണ്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ട് സെക്ഷനാക്കി തിരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കാണാനും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അത് നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി നിന്നു. ഇനിയിപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം. ഈ ഭാഗത്തൊക്കെ ഉള്ളത് ലവ് ബേഡ്സ് അങ്ങനെയുള്ള ചെറിയ പക്ഷികളാണ് ഉള്ളത്. അതിന് നല്ല കൂടുകൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ചെറിയ പക്ഷികളെ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഈ കാണുന്ന അങ്ങനത്തെ ടൈപ്പ്. പിന്നെ ഇതെന്താണ്, തൂങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പ്, പ്രാവ് പോലത്തെ ഒരു പക്ഷി. അതിൻ്റെയൊക്കെ പേരാണ് താഴെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. ഇതും അതുപോലെ തന്നെ വെറൈറ്റി പ്രാവുകളാണ് ഉള്ളത്. പലതരം പക്ഷികൾ ഒരു ലൈൻ തന്നെ ഈ ഭാഗത്തുണ്ട്. എല്ലാ പക്ഷികളൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരം നടക്കുന്ന അത്രയും പക്ഷികൾ തന്നെയുണ്ട് ഒരു സൈഡിൽ. പഞ്ചവർണ്ണ തത്ത, അങ്ങനെ പലതരത്തിലുള്ള പക്ഷികൾ. അപ്പോൾ എല്ലാം ഗ്ലാസ് തന്നെയാണ് ഉള്ളത്. എല്ലാം കാണാൻ നല്ല ഭംഗിയിലാണ് അവർ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലിയറാണ്. അതിലൊരു ഒരു തത്തേനെ ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മളെ അടുത്ത് ടച്ച് ചെയ്യുന്ന ആ ഒരു വിധത്തിൽ തന്നെയാണ് കേട്ടോ പക്ഷികൾ പെരുമാറുന്നത്. അടുത്ത ആൾ പോയാൽ എങ്ങനെയാണെന്നോ ഉണ്ടാകുന്ന റിയാക്ഷൻ അതേ വിധത്തിൽ തന്നെയാണ്. പക്ഷേ ഒരു ഗ്ലാസിൻ്റെ മറവുണ്ടെന്ന് ചിലപ്പോൾ പക്ഷികൾക്കും അറിയുന്നുണ്ടാവില്ല. കൂടുകളാണ്, നല്ല ഭംഗിയുള്ള കൂടുകളാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതെല്ലാം പ്രകൃതിദത്തമായിട്ട് എങ്ങനെയാണോ കൂടുണ്ടാകുന്നത് അതിൻ്റെ ഒരു മോഡൽ നോക്കിയിട്ടായിരിക്കണം ചിലപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ആധുനികമായ ഒരു സംവിധാനത്തിലും കൂടിയാണ്. ഇനി അടുത്ത ഭാഗം മുഴുവനും ആനിമൽസിൻ്റെ ഭാഗമാണ്. എന്തൊക്കെയോ മൃഗങ്ങളുണ്ട്. കഴുതയുണ്ട്, കുതിരയുണ്ട്, പശുവുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഒട്ടകപ്പക്ഷി, കുറേ പക്ഷികളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്
ഒരു പക്ഷികളുടെ കൂട് തന്നെ ഒരു പക്ഷിക്കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ആൾക്കാർക്ക് കയറി അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് സംവിധാനം. അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു കൂപ്പൺ 2 കൂപ്പണിൽ ഒരു കൂപ്പൺ അതാണ് ഏതെങ്കിലും ഒരു ആനിമൽസിൻ്റെ കൂടെ. അപ്പം നമ്മൾ കൂപ്പൺ കൊടുത്ത് നമ്മളവിടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇത് പിന്നെ അടുത്ത് വരുന്നത് പാമ്പിൻ്റെ ഒരു സെക്ഷനാണ്. പാമ്പ് എല്ലാവരും കഴുത്തിലിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് കഴുത്തിലിട്ട് നോക്കിയപ്പോൾ പാമ്പ് എൻ്റെ ദേഹത്തേക്ക് നല്ല ചുറ്റി കയറുമായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. അവർ പെട്ടെന്ന് അതെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി കൈത്തണ്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പാമ്പ് അനങ്ങാതെ അങ്ങനെ അവിടെ നിന്നു. പിന്നെ ഒരു മിനിറ്റ് എനിക്കൊരു എന്തോ ഒരു അസ്വസ്ഥത പോലെ ഉണ്ടായിരുന്നു പാമ്പിനെ കഴുത്തിലിട്ടതിൻ്റെ. പിന്നെ അടുത്ത ഭാഗം മുഴുവനും പട്ടികളാണ് കേട്ടോ. പലതരത്തിലുള്ള വിദേശ ഇനങ്ങളും പല വിധത്തിലുള്ള പട്ടികളാണ് കാണാനുള്ളത്. എല്ലാവരും നല്ല അടുത്ത് നിന്നിട്ട് ഒരുപാട് ശരിക്കും ശ്രദ്ധിച്ച് ഫോട്ടോൻ്റെ അടുത്ത് നോക്കിയിട്ടല്ലേ മെല്ലെ തന്നെ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ സമയം കാണാനുള്ളതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്കിതിപ്പോൾ കുറച്ച് ഷോർട്ടായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഇതെന്നാ തേവാങ്ക എന്നാണ് അങ്ങനെ പറയുന്നൊരു മൃഗമാണിത്. ശരിക്കും ഇതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ അതിനാണ് വലിയൊരു കൂട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീടിൻ്റെ അത്ര പോലെ സജ്ജീകരണം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും കുറച്ചെണ്ണം അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നും പുറത്തൊന്നും കാണുന്നില്ല. ഇതെല്ലാം മൊത്തം ഒന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു കാട്ടിലൊക്കെ ഉള്ള ഒരു വിധത്തിലാണ് എല്ലാവരും പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എല്ലാം ചെറിയ അരുവികളും വെള്ളം തണുപ്പും എല്ലാം ഉള്ള വിധത്തിൽ നല്ല സംവിധാനങ്ങളാണ് എല്ലാം ആക്കി വെച്ചിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ അരുവിലിരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ചില്ലുകൂട്ടിലൊന്നും നടക്കാത്ത ഒരു പട്ടിക്കുട്ടി അവിടെ ഉണ്ടായി. കാണാൻ നല്ല ഭംഗിയുണ്ടായി. അങ്ങനെ മുകളിൽ റബ്ബർ ബാൻഡിട്ട് പിന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെയുള്ളത് ആമയാണ്. ആമക്കൊക്കെ വെള്ളവും അതിന് താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ തന്നെ ആമേൻ്റെ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് ഫിഷിൻ്റെ ടാങ്കാണ്. നമുക്ക് ആദ്യം തരുന്ന ഫിഷിന് കൊടുക്കാൻ തരുന്ന ഫുഡ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫിഷിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഷുകൾ ഇങ്ങനെ കൂട്ടായിട്ട് വന്നിട്ട് അത് തിന്നും. ഇങ്ങനെ കൈവെക്കുമ്പോൾ കയ്യിലൊക്കെ എന്തോ ഒരു സുഖമാണ് ഫിഷ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ വാങ്ങിയതും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ ആദ്യം കൊടുത്തു. പിന്നെ അതിന് ശേഷം അനുവും കൊടുത്തു. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാനത് ഇങ്ങനെ കൂട്ടത്തോടെ വരിക. കയ്യിൽ നിന്ന് ഇങ്ങനെ മുറുക്കെ പിടിക്കണം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം വെള്ളത്തിലേക്ക് പോയേക്കും. മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തുരന്നെടുത്തിട്ട് അത് തിന്നും. നല്ല എന്തോ കഴിക്കുക നല്ല സുഖമാണ് അത്. മീനുകൾ ഒന്നാകെ വന്നിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ. ഇപ്പോൾ അനുവും കൊടുക്കുന്നുണ്ട്. അനു കൈ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് എടുത്തിട്ട് പോയി. പിന്നെ ഒന്നും കൂടി പരിശ്രമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ മുറുക്കെ അടിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി കൊടുത്തു. അപ്പോൾ അത് കൂട്ടത്തോടെ വന്നിട്ട് കണ്ട ഇങ്ങനെ തുരന്നെടുത്ത് തിന്നുന്നത്. നല്ല രസമാണ് കേട്ടോ ഈ മീനുകളൊക്കെ കാണാൻ. അവിടെ നിന്ന് വരാനേ തോന്നൂല കേട്ടോ. അത്രയും നല്ല ഭംഗിയാണ് അടിയിലെ മീനുകൾ കാണാൻ. ഇവിടെ കുട്ടികളൊക്കെ മീനിന് ഫുഡ് കൊടുക്കുന്നത് കുറച്ച് സമയം നോക്കി നിന്ന് അതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ പ്രാവുകളാണുള്ളത് കേട്ടോ. കുറേ തരം പ്രാവുകൾ പല കൂടുകളിലായിട്ട് ഉണ്ട്. കുറച്ച് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നേരിട്ട് അവിടെ പോയി കാണാൻ പറ്റുന്നതാണ്. പിന്നെ എത്തിയത് ചെറിയ മീനുകൾ, നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. അത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം വെളിച്ചമൊന്നുമില്ല. മീനെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. അവിടെ നിന്ന് വരാനേ തോന്നില്ല. അത്രയും ഭംഗിയിലാണ് അവരെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതെല്ലാം കുറച്ച് സമയം അവിടെയും നോക്കി നിന്നു. പിന്നെ അതിന് ശേഷം എത്തുന്നത് ഒരു അക്വേറിയം എങ്ങനെയാണെന്ന് വെച്ചാൽ കടലിൻ്റെ അടിത്തട്ടിൽ എങ്ങനെയാണുള്ളത് അത് വിധത്തിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. നല്ല നീലക്കടൽ, അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതും കുറച്ച് സമയം നോക്കി നിന്നു. ഒരു ചെറിയ മീൻ മാത്രം അതിലുണ്ട്. അതാണ് അതിൻ്റെ അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതിന് ശേഷം വന്നത് ഈ ഓറഞ്ച് കളറുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു മീനാണ്. ഇങ്ങനെ ഓരോ തരം വലിയ അക്യൂറിയാണ് നീളത്തിൽ. അതിങ്ങനെ ഓരോന്നിൽ പലതരത്തിലുള്ള മീനുകൾ ഇടുന്നില്ല. അവർ ഒറ്റ മീനുകളാണ്, ഓരോ ടൈപ്പ് മീനുകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഇതിലൊരു ഒറ്റപ്പെട്ടിട്ടൊരു മീൻ മാത്രമുണ്ട്. വളരെ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മീനുകളുടെ രാജാവായിട്ട് അവൻ അവിടെ ഇങ്ങനെ വിലസട്ടെ.
ഇതിന് അടുത്ത് വരുന്നത് പാമ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. പാമ്പ്, അണലി, പിന്നെ അങ്ങനെയുള്ള പലതരത്തിലെ പാമ്പുകളുണ്ട്. അതെല്ലാം ഒന്ന് ഷോർട്ടായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും ഒരുപാട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടണമെങ്കിൽ, കാരണം 2.5 മണിക്കൂർ കണ്ട സംഭവങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ പാമ്പിൻ്റെ അടുത്ത് തന്നെ എലീനെയും അവർ വളർത്തുന്നുണ്ട്. പാമ്പിന് ഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഇതുപോലെയുള്ള അപൂർവമായിട്ട് കാണുന്ന പക്ഷികൾക്കൊക്കെ വലിയ വലിയ കൂടുകളാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു കാട് എങ്ങനെയാണോ, കാട്ടിലെങ്ങനെ സജ്ജീകരണം അതുപോലെയാണ്, അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ സാധാരണ ഇത്ര വലിയ കൂടും സജ്ജീകരണമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലെ മൃഗങ്ങൾ, കാട്ടിൽ കാണുന്ന പലതരത്തിലെ മൃഗങ്ങൾ, സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന അണ്ണാൻ വരെ ഉണ്ട് കേട്ടോ. എല്ലൊന്നും ഇതിൽ പെടുത്തിയിട്ടില്ല. പിന്നെ എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ പലതരത്തിലെ മൃഗങ്ങളും അവിടെയുണ്ട്. എന്താണ് എന്നാണ് അങ്ങനെയുള്ളത്. പിന്നെ കുതിരയും പിന്നെ കഴുതയും ആട് പിന്നെ മാന്, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ. നല്ല ഷോർട്ടായിട്ട് ഒട്ടകവും ഉണ്ട് വരെയുണ്ട് അവിടെ. ഒട്ടകപ്പുറത്ത് കയറാൻ പറ്റുമോ എന്തോ അറിയില്ല. എല്ലാം ക്ഷീണമായിട്ട് എല്ലാം ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ക്ഷീണമാണ് ഭയങ്കര, എല്ലാ മൃഗങ്ങൾക്കും. നമ്മൾ ഏകദേശം ഉച്ച ടൈമായി അവിടെ എത്തുമ്പോൾ, അപ്പോൾ ഉച്ച ടൈം ആകുമ്പോഴത്തേക്ക് അതിനൊക്കെ ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് ക്ഷീണമായിട്ടെല്ലാം കിടക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഫിഷുള്ള ഒരു ഗുഹ പോലെ, അതായത് ഒരു കല്ലിടുക്കായിട്ടുള്ള ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം. അതിൽ നല്ല തണുപ്പായിരിക്കും. ഇങ്ങനെ പാറേൻ്റെ ഇടയിലെ കൂടെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നില്ല, അതുപോലെ ഇങ്ങനെ വെള്ളം വീഴുന്നതും ആ ഇരുട്ടിൽ ഫ്ലാഷ് അടിച്ചാൽ മീനൊക്കെ കാണുമല്ലോ, ഇരുട്ടിലേ കൂടെ ഇങ്ങനെ ഒരു പോലെ വെള്ളം പോകാനുള്ള ആ പാറേൻ്റെ ഇടയ്ക്കിലേ കൂടെ ഒരു വഴിയും അതിലേക്കൂടെ മീൻ ഇങ്ങനെ ഒഴുകി പോകുന്നത്, അതെല്ലാം വളരെ നല്ല ഒരു സജ്ജീകരണമായിരുന്നു. പിന്നെ അവസാനം എത്തുന്നത് ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻ്ററായിട്ട് ഒന്ന് അവർ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇതിൻ്റെ എൻട്രൻസ് അവസാനം ഇറങ്ങിയിട്ട് എത്തുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ഭാഗം. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ അവിടെ ഒരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. നല്ല വിലയും ഉണ്ട് സാധനങ്ങൾക്കൊക്കെ, പക്ഷേ കാണാൻ നല്ല രസമുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു ചെറിയ പേഴ്സും ഒക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിൽ അവിടെ പൈസയൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ നല്ലൊരു പിന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലം എന്ന് പറയാം. തൊപ്പി അങ്ങനത്തെ എല്ലാം കടപ്പുറത്തെല്ലാം പോകുമ്പോൾ തൊപ്പിയൊക്കെ വാങ്ങാം അവിടുന്ന്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങി, 2 ആളും ഓരോ ഐസ്ക്രീം വാങ്ങി അത് അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആണ് നമ്മളെ മറ്റേ കുതിരനെ കാണാത്തൊരു കുതിര ഉണ്ടായിരുന്നു, അതിനെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ആ കുതിരേൻ്റെ മുഖവും കണ്ടു. നമ്മൾ പുറത്തിറങ്ങി